ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഉടനെ വിളിക്കാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നോടൊപ്പം ഉള്ളത് അഖില. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് സയൻസുകാരുടെ ഒരു ചാകരയെ പറ്റിയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. +2 ബയോസയൻസ് കഴിഞ്ഞവരെ സംബന്ധിച്ച് ഇതിൽ നല്ലൊരു സുവർണാവസരം നിങ്ങൾക്ക് കിട്ടാനില്ല. അത്രമാത്രം നിയമനങ്ങളുമുള്ള ഒരു പോസ്റ്റ്. അതെ, ഏതാണ് ആ എക്സാം എന്ന് പറഞ്ഞു തരാം. എക്സാം വിളിക്കാൻ പോകുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കുള്ള ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ് ഉടനടി വരാൻ പോകുന്നത്. ഇത് പഴയ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. എന്താണ് ടീച്ചർ ഈ ഒരു എക്സാമിന്റെ സവിശേഷത എന്ന് പറയുന്നത്? അതായത് +2 സിലബസ് ആണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്, അല്ലെ? ഇപ്പൊ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച്, നമ്മുടെ കുട്ടികളെന്നല്ല, ഇരിക്കുന്ന കുട്ടികൾ ആരും +2 മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ല. അവരത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്തിട്ടുണ്ടാവും, ചിലരാണ് BEdും ചെയ്തിട്ടുണ്ടാവും, അതിനുശേഷം PG ഉള്ളവരുണ്ടാവും. അവരെ സംബന്ധിച്ച് ഞാൻ ടീച്ചർ മാത്രമേ ആകൂ, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന ഫീൽഡിൽ മാത്രമേ ജോലി ചെയ്യൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സുവർണാവസരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സയൻസ് സ്ട്രീം കഴിഞ്ഞ +2 സയൻസ് കഴിഞ്ഞ ആർക്കും ഈ പരീക്ഷ എഴുതാം എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ബയോസയൻസ് കഴിഞ്ഞ അപ്പം മിക്കവരും സയൻസ് സ്ട്രീമിൽ പഠിച്ച ബയോളജി പഠിച്ചെടുത്തവര്, ആ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മാത്രമേ അങ്ങനെ പ്രശ്നമുള്ളൂ, ഇത് എഴുതാൻ പറ്റാത്തതുള്ളത്. ബയോസയൻസ് കഴിഞ്ഞ എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതും അറിയേണ്ടതുമായ ഒരു എക്സാം ആണ് ഈ ഒരു എക്സാം. നോട്ടിഫിക്കേഷൻ വരുന്നതേ ഉള്ളൂ. ഡിസംബർ മാസത്തിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്തൊക്കെയാണ് അവിടെ പഠിക്കേണ്ടതായിട്ട് വരുന്നത്? അത് ഫിസിക്കൽ സയൻസും അതുപോലെ തന്നെ നാച്ചുറൽ സയൻസും, പിന്നെ MLTയുടെ മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുള്ളൂ. അടുത്ത 2 സിലബസ് മാത്രമാണ് MLT സംബന്ധിച്ച് വരിക. അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും MLT VHSC കഴിഞ്ഞവരെ സംബന്ധിച്ചുള്ള കോഴ്സ് അല്ലേ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നും അല്ല. ശരിക്കും +2 ബയോസയൻസ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും എഴുതാം. ഇവിടെ VHSCക്കാർക്ക് ഒരു ആഡ് ഓൺ ഉണ്ട്, അവർ കുറച്ച് പഠിച്ചതായിരിക്കും. അവർ പഠിച്ചതായതുകൊണ്ട് അവർ കുറച്ചും കൂടി ആയിരിക്കും എന്ന് കരുതി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സബ്ജക്ട് ഒന്നും അല്ല. കാരണം നമുക്ക് 10 മാർക്ക് മാത്രമേ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടേ ഉള്ളൂ. ബാക്കിയുള്ള മാർക്കുകളെല്ലാം നമുക്ക് എവിടെ കിട്ടുന്നത്? നമ്മൾ +2 ബയോസയൻസ് പഠിച്ച സെയിം സിലബസ്. ആ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ +2 പഠിച്ച അത്രയും പോലും പഠിക്കാനില്ല. ഇപ്പൊ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും അത്രയും പോലും പഠിക്കേണ്ടതില്ല. അപ്പൊ ആ സിലബസിലേക്ക് നമുക്കൊന്ന് പോകാം. സിലബസിന്റെ ഒരു ഭാഗം കാണിക്കാം. അപ്പം ആദ്യം നമുക്ക് സിലബസിലേക്ക് പോകാം. ഈ 10 മാർക്ക് ഇതാണ് ടീച്ചർ പറഞ്ഞത്, പക്ഷെ ഇവിടെ MLT 50 മാർക്കാണല്ലോ. അതിനകത്ത് ഇതിനകത്തില്ലേ ഒരു പ്യൂവർ ആയിട്ടുള്ള ലാബ് അസിസ്റ്റന്റിന്റെ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ പോർഷൻ മാത്രമേ ഉള്ളൂ. അതിന് 10 മാർക്ക്. ബേസിക് ലബോറട്ടറി ടെക്നിക്സ് മാത്രമാണ് പ്യൂർ ആയിട്ട് MLT പഠിച്ചവരെ സംബന്ധിച്ച് വരുന്നത്. അപ്പൊ നിങ്ങൾ പലർക്കും പേടിയുണ്ടാകും, സിലബസ് നോക്കുമ്പോൾ 50 മാർക്കെന്ന് MLT കാണുമ്പോൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അവിടെ 10 മാർക്ക് മാത്രമാണ് എന്തെന്ന് പറയുന്നത് പ്യൂവർ ആയിട്ടുള്ള MLT സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പക്ഷെ ഇതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപക പറഞ്ഞത് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ പഠിപ്പിച്ചെടുക്കാവുന്ന പോർഷനേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രോപ്പർലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 10 മാർക്ക് PYQs ഒക്കെ ബേസ് ചെയ്ത് കൃത്യമായ പോർഷൻസ് മനസ്സിലാക്കി +2 ലെവലിലെ പോർഷൻ ഒന്നുകൂടെ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ പേടിക്കേ വേണ്ട. നിങ്ങൾ പ്രോപ്പർലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പോർഷനിലേക്ക് വരാം. മൊഡ്യൂൾ 2 പിന്നെ അടുത്ത് ചോദിച്ചേക്കുന്നത് 13 മാർക്കിന്റെ ആണ്. അതായത് നമ്മൾ MLT 1ന്റെ പാർട്ട് 1 പഠിച്ച കുറെ കാര്യങ്ങൾ ML2 ഈ പാർട്ട് 2-നകത്തുണ്ട്. അതുപോലെ തന്നെ ഇല്ലേ, പാർട്ട് 2-ലല്ല മൊഡ്യൂൾ 2-ല്. അതുപോലെ തന്നെ ഇതിനകത്ത് കണ്ട ഈ ബ്ലഡ് എന്നൊക്കെ പറയുന്നതിനകത്തല്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ സയൻസിൽ നമ്മൾ പഠിക്കുന്ന പോർഷൻസ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇതിനകത്ത് ആന്റികോയാഗുലൻസും അതുപോലെ ബ്ലഡ് സെൽസും ടൈപ്സും എല്ലാം നമ്മൾ അവിടെ പഠിച്ചതാ. നമ്മൾ പഠിച്ച ബയോളജി സയൻസ് തന്നെയുള്ള. അപ്പൊ നിങ്ങളുടെ ബയോളജി പോർഷനിൽ പഠിക്കുന്നത് ഇവിടെയും കൂടെ ക്ലബ് ചെയ്ത് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ 10 മാർക്കേ അവര് കംപ്ലീറ്റ് ആയിട്ട് MLT ബേസ് ചെയ്ത് വരുന്നെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇവിടെ അടുത്തുള്ള പോർഷൻ ഹെമറ്റോളജി. ഇതിനകത്ത് വരുന്ന കുറെ കാര്യങ്ങളും നമ്മൾ എവിടെ പഠിക്കുന്നതാണ്? ബയോളജിയിൽ പഠിക്കുന്ന പോർഷൻസ് ആണ്. ഓക്കെ. ഇനി അടുത്തത് ബ്ലഡ് ബാങ്കിങ്ങിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇതും അവർക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. +2 പഠിക്കാനുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ അവര് ഇത് ഒരുപക്ഷെ ഈ സിലബസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നും ഇത് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും. പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഒന്നും വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതൊരു പ്യൂർ ആയിട്ടുള്ള ബയോളജി സ്റ്റുഡൻസിന് പഠിച്ചെടുക്കാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പൊ +2 ലെവലിൽ, കാരണം ടീച്ചർ അത്രയും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷമായിട്ട് എൻട്രൻസ് കോച്ചിങ്ങിലും അതോടൊപ്പം തന്നെ HST എക്സാംസിന് സെറ്റ് എക്സാംസിനും ഒക്കെ പരിശീലനം നൽകുന്നതാണ് ടീച്ചർ. അപ്പൊ അതുകൊണ്ടാണ് ആ പോർഷനെ
കൃത്യമായി അറിയാം പ്ലസ് ടു ലെവലിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ PG പഠിക്കേണ്ട കുട്ടികൾക്ക് എന്തൊക്കെയായിരിക്കണം പഠിക്കണം, ഡിഗ്രിക്ക് എന്താണെന്ന്. ഇവിടെ പ്ലസ് ടു ലെവലിൽ മാത്രമേ ലെവലിലേ ഇവർക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇല്ല. അപ്പം ഇവർക്കൊരു സംശയം ഉണ്ടാവും, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും KTT കാറ്റഗറി 3 ഇതിനെ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് കാണാറില്ല. പിന്നെ തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ഫിസിക്കൽ സയൻസ് എടുത്തവര് KTT 1 എടുത്തവർക്ക് എളുപ്പമാണ്. കാരണം അവരെല്ലാ സബ്ജക്റ്റും പഠിക്കുന്നവരല്ലേ. ഇപ്പൊ ഫിസിക്കൽ സയൻസ് ആണെങ്കിലും നാച്ചുറൽ സയൻസ് ആണെങ്കിലും ഇതെല്ലാം അവർ പഠിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ KTT 3 മാത്രമേ ഉള്ളൂ അവിടെ ഒരു സെപ്പറേഷൻ വരിക. അവർ ഒന്നെങ്കിൽ നാച്ചുറൽ സയൻസോ അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസോ ആയിരിക്കും. അപ്പൊ പക്ഷെ അവരെ സംബന്ധിച്ചും അതൊരു അഡോണാണ്. കാരണം അത് അവർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ലഭിക്കാൻ വേണ്ടി ഇപ്പൊ ഇത് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിസിക്കൽ സയൻസിന്റെയും KTT കാറ്റഗറി 3 നാച്ചുറൽ സയൻസിലും ഒക്കെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് കാണണമെങ്കിൽ ഇതൊക്കെ നല്ലൊരു മീഡിയ അല്ലെ. ഡിഗ്രി ലെവലിൽ ചിലപ്പോൾ ഇങ്ങനെ പ്യുവറായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് കുറവല്ലേ, PSC പ്ലസ് ടു ലെവലില്ല. പ്ലസ് ടു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ HSAക്ക് പഠിച്ചവരെ സംബന്ധിച്ച്, LPUP പഠിച്ചവരെ സംബന്ധിച്ച്, KTT എക്സാം എഴുതുന്നവരെ സംബന്ധിച്ച് ഇതൊരു ഏറ്റവും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഒരിക്കലും ഇവരാരും ഞാൻ ടീച്ചർ ആകുകയുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഇരിക്കുന്നവരൊന്നും അല്ലല്ലോ. അപ്പൊ നമുക്കൊരു ഗവൺമെന്റ് ജോലി അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്ര നാൾ പഠിച്ചത് വെച്ച് എനിക്കൊരു എന്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചല്ലോ എന്നൊന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിനകത്ത് പിന്മാറി കളിയേ ചെയ്യരുത്. കാരണം ഒരുപാട് പേര് ജനറൽ PSCയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് ഇപ്പം വിളിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാംസിലൊക്കെ കുറെ പേര് പോകുമ്പോൾ ഈ ഒരു എക്സാംസിന്റെ അപേക്ഷകരായിട്ട് നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയാണ് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് തന്നെ മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്തൊക്കെയാണ് ടീച്ചറെ പറയാനുള്ളത്? ഇനി ഇന്നത്തെ പാർട്ട് 2 ആണുള്ളത്. ഇത് മൈക്രോബയോളജി. ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന പ്ലസ് 2 പഠിക്കുന്ന ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കുക. ഇനി ഇതിനകത്ത് പാർട്ട് 2 ഉണ്ട്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും വരുന്നത്. ഫിസിക്സിനകത്തുനിന്ന് വരുന്ന മാർക്ക് 15 മാർക്കാണ്. അതുപോലെ തന്നെയാണ് ബോട്ടണി സുവോളജിയിൽ നിന്ന് വരുന്നത്. ഫിസിക്സിന് 15 മാർക്ക്. ഇത് കണ്ടോ, നിങ്ങൾ ഈ ഓരോ പോർഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്ന് വരുന്നത്. അതായത് നിങ്ങൾ പ്ലസ് 2 പഠിച്ച അത്ര കാര്യങ്ങൾ ഇല്ല കുട്ടികളെ അതിനകത്ത് പഠിക്കാനായിട്ട്. അതിനും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് പഠിക്കാനായിട്ട്. ഡൈനാമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, റൊട്ടേഷണൽ മോഷൻ ഉണ്ട്, ഗ്രാവിറ്റേഷൻ ഉണ്ട്. ഇതെല്ലാം പ്ലസ് 2 നമ്മൾ പഠിക്കുന്ന പോർഷൻസ് ആണ് അല്ലെ. ഈ പ്ലസ് 2 പോർഷൻസ് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അടുത്തത് തെർമോഡൈനാമിക്സ് ഉണ്ട്, ഓസിലേഷൻ ഉണ്ട്. പിന്നീട് വന്നേക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിക്കുന്നതാണല്ലോ. ഇലക്ട്രോഡൈനാമിക്സ് ഇലക്ട്രിസിറ്റിയെ ബേസ് ചെയ്ത് പഠിക്കാറുണ്ട്. പിന്നെ മാഗ്നറ്റിസം ഉണ്ട്, പിന്നെ AC ഇൻഡക്ഷൻ, ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ, AC ഉണ്ട്, ഇലക്ട്രോമാറ്റിക് വേവ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ റേ വേവ്സ്, ഇങ്ങനെയാണ് ഇതിന്റെ പോർഷൻസ് പോകുന്നത്. സെമി കണ്ടക്ടർ ഫിസിക്സ് വരെയുള്ള പോർഷൻസ് ആണ്. പ്രോപ്പർലി പോർഷൻസ് പറഞ്ഞിട്ടുണ്ട്. 15 മാർക്കിന് തന്നെ കെമിസ്ട്രിയും ചോദിക്കുന്നുണ്ട്. കെമിസ്ട്രിയിൽ ഇത് തന്നെയാണ്, നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി തൊട്ടാണ് തുടങ്ങുന്നത് അല്ലേ. അതെ. ഇതിനകത്ത് ഇത് പ്ലസ് 2 ബേസേ ഉള്ളൂ. നിങ്ങൾ ഓരോ ചാപ്റ്ററും വേണമെങ്കിൽ നിങ്ങൾ പ്ലസ് 2 പഠിച്ചെടുത്ത് നോക്കിക്കോ. അത്രയും പോർഷൻസ് പോലും എവിടെ ഇല്ല, ഇവിടെ പഠിക്കാനില്ല. കേട്ടല്ലോ പറഞ്ഞത്. അപ്പം ഫിസിക്സ് കെമിസ്ട്രിയുടെ അതാണെങ്കിലും നിങ്ങൾ പോർഷൻസ് നോക്കുക. ഇനോർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്. അപ്പൊ ഇതിന്റെ മെറ്റീരിയൽസ് കിട്ടത്തില്ല, അല്ലെങ്കിൽ എല്ലാം പ്ലസ് 2 ലെവലിൽ വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ അത് പരീക്ഷ PSCയുടെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ. പ്ലസ് 2 ബുക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്ലസ് 2 മുഴുവൻ ഇരുന്ന് വായിച്ചു നോക്കുക എന്നുള്ളതല്ല. അതിന് PSCയുടെ ഫോർമാറ്റ്, നമ്മൾ നേരത്തെ ട്യൂഷനൊക്കെ പോയി നമ്മൾ നോട്ടൊക്കെ ഉണ്ടാക്കിയവരായിരിക്കും. ഇനി അതിനെ PSCയുടെ ഫോർമാറ്റിലേക്ക് പഠിക്കുക എന്നുള്ളതാണ് ടാസ്ക് എന്ന് പറയുന്നത് അല്ലെ. അതെ, നമ്മൾ എത്രമാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കുന്നു അത്രമാത്രം ഈസി ആയിരിക്കും. അതായത് പ്ലസ് 2 ബേസ് ചെയ്ത് പഠിച്ചുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ MCQലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ക്വാളിഫയിങ് എക്സാം പാസ്സാകാനായിട്ട് സാധിക്കൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പീരിയൻസ് മേക്ക് പെർഫെക്ഷൻ എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രമാത്രം നല്ലതായിരിക്കും. അപ്പം ഇതിനകത്ത് എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ PSC ഫോർമാറ്റിലേക്ക് മാറ്റി തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റിനും അതിന്റെ MCQs ആഡ് ചെയ്ത് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി ആ ഒരു എൻറ്റയർ പോർഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വളരെ ക്രിസ്പി ആയിട്ട് എത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ നിങ്ങളിലേക്ക് ക്ലാസ് എത്തിക്കുന്നത്. ഇപ്പൊ ബോട്ടണി പോർഷൻ 10 മാർക്കിനാണ് ടീച്ചറെ ഉള്ളത് അല്ലെ. സുവോളജി പോർഷനും അതുപോലെ തന്നെയാണ് 19-20 മാർക്ക് വരും അല്ലേ. ഓക്കെ. അപ്പം ബോട്ടണി പോർഷനിൽ എന്തൊക്കെയാണ്, ഒരു ബോട്ടണി സുവോളജിയിൽ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കാൻ? ഈ ബോട്ടണി സുവോളജി ഒക്കെ ഈ ഫിസിക്കൽ സയൻസുകാരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ബോട്ടണി സുവോളജിക്കാരെ സംബന്ധിച്ച് ഈ ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് ബുദ്ധിമുട്ടായി. പക്ഷെ അവർക്ക് MLT വളരെ ഈസി ആയിരിക്കും. ആ MLT പോർഷൻസ് ഈ നാച്ചുറൽ സയൻസുകാരെ സംബന്ധിച്ച് വളരെ ഈസി ആയിരിക്കും. ഈ ഫിസിക്കൽ സയൻസുകാർ വിഷമിക്കേണ്ട കേട്ടോ. കാരണം MLTയിൽ തന്നെ കുറെ അധികം എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്. അതിന് കുറെ തിയറീസ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ അത് എല്ലാം ഫിസിക്സും കെമിസ്ട്രിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ബാലൻസ്ഡ് ആണ്. അതെ, ഇനിയിപ്പോ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ അവർക്ക്
ഒട്ടും പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ, ഇനി ആ മൊഡ്യൂൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇവർക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫ് മാർക്ക്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള മൊഡ്യൂൾസ് അതിന് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കട്ട് ഓഫ് കടക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പൊ പരീക്ഷ വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ. വിളിക്കാൻ പോകുന്നതിനിപ്പുറം അതിന്റെ അവസരം കൃത്യമായി അറിയുക. ഇനി ഇതിന്റെ സിലബസ്, കംപ്ലീറ്റ് സിലബസ്, ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇതിന്റെ ക്ലാസ്സുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഞാനൊരു ഗ്രൂപ്പ് ഇതിനകത്ത് പിൻ ചെയ്താം. അതോടൊപ്പം തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ നിയമനങ്ങൾ, പഠിക്കേണ്ട കോർ ഏരിയാസ്, ഓരോ ചാപ്റ്ററിലെയും ഓരോ വിഷയത്തിന്റെയും കോർ ഏരിയാസ്, +2 ലെവലിൽ ഉള്ള ഒരു ക്ലാസ്സുകൾ ഒരു വെബിനാർ ഫോർമാറ്റിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്കും താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങാം. CCക്കൊപ്പം ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായ ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാ സബ്ജക്റ്റുകളിലെയും മികച്ച അധ്യാപകർ ഒരു കുടക്കീഴിൽ അണിനിരക്കുകയാണ് CC പ്ലാറ്റ്ഫോമിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനം സർക്കാർ ജോലി എന്നുള്ള 2026 സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം നമ്മളോടൊപ്പം, അല്ലേ? തീർച്ചയായും. വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം.